ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ ഞാൻ ഇന്നലെ പറഞ്ഞ അമ്മയും കൂട്ടുകാരിയും എന്ന കഥയുടെ 3rd പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. ഞാനത് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി കേൾക്കാമല്ലേ. അങ്ങനെ സുറുമിത്തയും ഉമ്മയും പ്രശാന്തും കൂടി അടിച്ചു പൊളിച്ചു. അവർ എല്ലാം കഴിഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രശാന്ത് ജിമ്മിൽ പോകാനുള്ളത് കൊണ്ട് അവിടുന്ന് പോന്നു. രാവിലെ 8 മണിയായപ്പോൾ സുറുമിയും നബീലയും ചായയൊക്കെ കുടിച്ചു. എടി, ഇന്നലെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? സുറുമി, എനിക്കെന്തോ പേടിയാവുന്നു, നബീല പറഞ്ഞു. എന്തിന്? സുറുമി ചോദിച്ചു. എടി, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലി ഉണ്ട്, എല്ലാം തകരില്ലേ? ഓ, തുടങ്ങി അവള് രാവിലെ തന്നെ നെഗറ്റീവ് അടിക്കാൻ. എടി, നീ ഇതൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കും. ഇതൊക്കെ ഇനി വയസ്സാം കാലത്ത് കെട്ടിയിട്ട് എന്തിനാടി? എടി, എന്നാൽ ഞാൻ വീട്ടിൽ പോട്ടെ? നബീല ചോദിച്ചു. ആടി, ഞാൻ കൊണ്ടുവിടാം. അതും പറഞ്ഞുകൊണ്ട് സുറുമി നബീലയെ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇന്നലെ ആ ഡ്രസ്സിൽ നീ നല്ല സുന്ദരിയായിരുന്നു കേട്ടോ, സുറുമി നബീലയോട് പറഞ്ഞു. ആണോടി? ഞാൻ ആദ്യമായിട്ടാണ് അതുപോലെ ഡ്രസ്സ് ഇടുന്നത്, നബീല പറഞ്ഞു. നിനക്ക് എപ്പോഴും ഇട്ടൂടെ, നല്ല ഭംഗിയുണ്ടാകും. അത് എടി, ഇക്കാക്ക് ഇഷ്ടാകൂല. മാത്രമല്ല മോൻ്റെ മുന്നിൽ അങ്ങനെയൊക്കെ എനിക്ക് എന്തോ മടിയാടി. എടി, ഇക്ക ഗൾഫിലല്ലേ, വരുമ്പോൾ ഇടാണ്ടിരുന്നാൽ പോരെ? പിന്നെ അഫ്സൽ, അവനിനി എന്താ കണ്ടാൽ എല്ലാം കണ്ടില്ലേ അവൻ, സുറുമി പറഞ്ഞു. എടി, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എനിക്കിത് എന്താ പറ്റിയതെന്ന്, നബീല പറഞ്ഞു. നിന്റെ പേടിയൊക്കെ ഞാൻ ഇപ്പോൾ മാറ്റിത്തരാം. അതും പറഞ്ഞ് സുറുമി നബീലയുടെ അടുത്തേക്ക് ചെന്നു. പതിയെ അവർ രണ്ടുപേരും അങ്ങ് തുടങ്ങി. ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് സുറുമി നബീലയോട് ചോദിച്ചു. എടി, ഞാൻ നിനക്ക് പുതിയൊരാളെ തരട്ടെ? അതാരാ? നബീല ചോദിച്ചു. നിന്റെ മോൻ്റെ കൂട്ടുകാരൻ ദാസ്. എടി, അവനോ? അത് വേണ്ട, എന്നെ വലിയ ബഹുമാനമാണ് അവന്. അത് സാരില്ല, ഞാൻ വിളിക്കാം, പുറത്താണ് അവൻ്റെ വീട്. സുറുമി ദാസിനെ വിളിച്ചു വരുത്തി. 10 മിനിറ്റ് കൊണ്ട് അവൻ വീട്ടിലേക്ക് വന്നു. എന്താ ഇത്ത, എന്തിനാ വിളിച്ചേ? ദാസ് ചോദിച്ചു. സുറുമി അവനെ വീടിൻ്റെ അകത്തേക്ക് കയറ്റി വാതിലടച്ചു. എടാ, നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരട്ടെ? സുറുമി ചോദിച്ചു. ആഹാ, ഇന്ന് ഞാൻ ആരെയാണെന്നാവോ കണി കണ്ടത്, എന്നും അയാളെ കണ്ടിരുന്നെങ്കിൽ, ദാസു പറഞ്ഞു. അല്ല, ആരാ ആള്? അത് നിനക്കറിയാവുന്ന ഒരാളാണ്, വാ. റൂമിൻ്റെ വാതിൽ തുറന്ന് നബീലെ കണ്ട ദാസ് നെട്ടി അത്ഭുതത്തോടെ നോക്കി. എന്താ, അറിയോ ഇവളെ? സുറുമി ചോദിച്ചു. ഇത്ത, ഇതെൻ്റെ ഫ്രണ്ട് അഫ്സലിൻ്റെ ഉമ്മയാണ്. ഇത്ത, നിങ്ങളെന്താ ഇവിടെ? ദാസ് ചോദിച്ചു. എടാ, ഇത് എൻ്റെ കൂട്ടുകാരിയാണ്, പിന്നെ ഇത് അഫ്സൽ അറിയരുത്, സുറുമി പറഞ്ഞു. ഏയ് ഇല്ലിത്ത, ഞാൻ വീട്ടിൽ വരുമ്പോഴൊക്കെ എത്തിയെ കണ്ട് എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ദാസ് പറഞ്ഞു. സുറുമി ദാസിനെ നബീലയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി. അവർക്ക് ഒരു തുടക്കം നൽകി കൊടുത്തു. മകൻ്റെ കൂട്ടുകാരൻ്റെ മുന്നിൽ അല്പം നാണിച്ചവൾ പോകെ പോകെ നാണമെല്ലാം മറന്നു. കാണുമ്പോഴൊക്കെ ആഗ്രഹിച്ചിരുന്ന തൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മയെ പതുക്കെ അവൻ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ദാസിനെ ആദ്യം കണ്ടപ്പോൾ കുറച്ച് പേടിച്ചെങ്കിലും പതിയെ പതിയെ നബീല അവൻ്റെ ഒപ്പം കൂടി. പരിപാടിയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ദാസ് നബീലയോട് ചോദിച്ചു. നബീല, നിനക്കിഷ്ടായോ? ഇത്ര നാൾ തന്നെ ഇത്ത എന്ന് വളരെ ബഹുമാനത്തോടെ വിളിച്ചിരുന്ന അവനിൽ നിന്നും തൻ്റെ പേര് പറഞ്ഞുള്ള വിളി കേട്ടപ്പോൾ നബീലയ്ക്ക് അവനോട് എന്തോ ഒരിഷ്ടം തോന്നി. അത് ദാസ്, അഫ്സൽ അവനിതൊന്നും അറിയരുത്, നബീല പറഞ്ഞു. ഇല്ല, ഒരിക്കലും അറിയില്ല, ദാസ് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരുന്ന സുറുമി അവരോട്, ആഹാ, അത് ശരി, എന്താ ഇത്,
രണ്ടും കൂടി ഇത്ര പെട്ടെന്ന് പ്രേമായോ? എന്താ നബീല, മോൻ്റെ കൂട്ടുകാരനെ നിനക്ക് ഇത്ര പെട്ടെന്ന് ഇഷ്ടമായോ? സുറുമി ചോദിച്ചു. നബീല ആകെ കൈവിട്ടു പോയിരുന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നത് അവർ കേട്ടത്. നോക്കുമ്പോൾ അഫ്സലായിരുന്നു. മകൻ്റെ ഫോൺ വരുമ്പോഴും അവളത് നോക്കാതെ അവൾ വേറെ ലോകത്ത് തന്നെ മയങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ സുറുമി ആ ഫോൺ എടുത്തു. എന്താ അഫ്സൽ വിളിച്ചത്? അവൾ ചോദിച്ചു. ഉമ്മ എവിടെ? ഇവിടെ ഉണ്ടടാ. വീട്ടിലെത്തി ഞാൻ. വേഗം വരാൻ പറ. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാം, സുറുമിത്ത പറഞ്ഞു. ഫോണിലൂടെ ഉമ്മാൻ്റെ പല രീതിയിലുള്ള ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ ഫോൺ വെച്ച് കാത്തിരുന്നു. അന്ന് ഏറെ സമയം കഴിഞ്ഞാണ് ഉമ്മ വീട്ടിലേക്ക് വന്നത്. ഞാൻ നോക്കുമ്പോഴെല്ലാം ഫോണിലും അല്ലെങ്കിൽ റൂമിനകത്തുമായി ഉമ്മാക്കിപ്പോൾ ഒരുപാട് പുതിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉപ്പ അറിയും. പിന്നെ അത് പ്രശ്നമാകുമെന്ന് കരുതി ഞാൻ എല്ലാം കണ്ട് സഹിച്ചു മുന്നോട്ട് പോയി. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം നൽകിയും എൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ ഉമ്മ എന്നെ വിട്ടതോടെ എനിക്കും പിന്നെ അതൊരു പ്രശ്നമേ ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉപ്പാൻ്റെ പഴയൊരു കൂട്ടുകാരനായിരുന്ന റഫീഖിക്ക എന്നെ കാണുന്നത്. ഉപ്പ ഒരുപാട് ക്യാഷ് കടം കൊടുത്തത് തിരിച്ചു കൊടുക്കാനുണ്ട്. വെള്ളമടിയും അടിപിടിയുമായി നടക്കുന്ന അവർക്ക് പെരിന്തൽമണ്ണയിൽ ഒരു ഫാൻസി സ്റ്റോറുണ്ട്. ഭാര്യ അയാളുടെ പല സ്ത്രീബന്ധം കാരണം ഉപേക്ഷിച്ചു പോയതാണ്. വീട്ടിൽ ഒരനിയനും അയാളുടെ ഭാര്യയുമാണുള്ളത്. നാട്ടിലെല്ലാവർക്കും അയാളെ വലിയ പേടിയാണ്. ഉപ്പാക്കിപ്പോൾ അയാളെ കണ്ണിൽ കണ്ടൂടാ. എന്നോടും ഉമ്മയോടും അയാളെ കണ്ടാൽ മിണ്ടാൻ പോകരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയത്തിലും പണക്കാരുടെ ഇടയിലും അയാൾക്ക് വലിയ സ്വാധീനമാണ്. എന്നെ കണ്ടു വിളിച്ച് അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താടാ, നിൻ്റെ ഉപ്പ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നുമില്ല, എനിക്ക് വേഗം പോകേണ്ടതുണ്ട്. നീ നിൽക്ക്, എനിക്കൊരു കാര്യം ചോദിക്കാനാണ്. എനിക്ക് കേൾക്കണ്ട, ഞാൻ പോവാ. ഞാൻ പറഞ്ഞു. എന്നാ ഞാൻ പ്രശാന്തിനോട് ചോദിച്ചോളാം. അതാരാ? ഞാൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അവനല്ലേ നിൻ്റെ ഉമ്മാൻ്റെ കൂടെ ഇപ്പോൾ നടക്കുന്നത്. ഇക്ക വെറുതെ തോന്നിയാസം പറയരുത്, ഞാൻ പറഞ്ഞു. എന്താടാ, നിനക്ക് തെളിവ് വേണോ? നീ പോയി നിൻ്റെ ഉമ്മയോട് ചോദിക്ക്, ഞാൻ നിൻ്റെ ഉപ്പയെ ഇതറിയിക്കണോ എന്ന്. അയാൾ പറഞ്ഞു. ഞാൻ നിന്ന് പരിങ്ങി ഒന്നും പറയാതെ അവിടെ നിന്ന് വേഗം പോന്നു. വീട്ടിലെത്തി ഞാൻ ആകെ ഒരു പേടിയോടെ ഇരിക്കുന്നത് കണ്ട് ഉമ്മ എന്നോട്, എന്താ മാനു, വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്ത് പറ്റി? അത് നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇനി എന്ത് പറ്റാൻ? എന്താടാ, എന്താ നീ ഇങ്ങനെ പറയുന്നേ? എന്താ കാര്യം? ഉമ്മ വീണ്ടും ചോദിച്ചു. അത് ആ റഫീഖിക്ക എന്നെ കണ്ട് നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞു. അയാളോട് നീ എന്തിനാ മിണ്ടാൻ പോയത്? ഞാൻ പോയതല്ല, എന്നെ വിളിച്ചു നിർത്തി പ്രശാന്തേട്ടൻ്റെ കാര്യം പറഞ്ഞ് ഉപ്പയോട് പറയണോ എന്ന് എന്നോട് ചോദിച്ചു അവൻ. ഇത് കേട്ട ഷോക്കിൽ ഉമ്മ അടുത്തുള്ള ചെയറിലിരുന്നു. എനിക്ക് ആകെ പേടിയാവുന്നു. അയാൾ ഉപ്പയെ അറിയിച്ചാൽ? എന്തിനാ ഉമ്മ നിങ്ങൾ ഇതിനൊക്കെ നിൽക്കുന്നത്? ഞാൻ ചോദിച്ചു. ഉമ്മ ഫോണെടുത്ത് പ്രശാന്തിനെ വിളിച്ചു. പ്രശാന്ത് കോൾ എടുത്തു. ഹലോ, എന്താ നബീല മോളെ? പ്രശാന്ത് ചോദിച്ചു. എടാ, ആകെ പ്രശ്നമാണ്. നമ്മുടെ ബന്ധം ആ റഫീഖിക്ക അറിഞ്ഞു. ഉമ്മ പേടിയോടെ പറഞ്ഞു. ഏത്? ആ പാണ്ടിക്കാട് റഫീഖിക്കയോ? ആടാ, അത് തന്നെ. അത് അയാൾ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട, പ്രശാന്ത് പറഞ്ഞു. എടാ, അത് അയാൾ അഫ്സലിൻ്റെ ഉപ്പാൻ്റെ കൂട്ടുകാരനായിരുന്നു. അയാളിത് ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ എല്ലാം തീരും, ഉമ്മ പറഞ്ഞു. അതിത്ത അയാളെ നേടാൻ എനിക്ക് പറ്റില്ല. അയാൾ ഒന്നിനും മടിക്കാത്തവനാ. എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് ഒഴിവാക്ക്, പ്രശാന്ത് പറഞ്ഞു. എടാ, നിന്നെ വിളിച്ചത് എന്തെങ്കിലും വഴി തേടിയാണ്, നിനക്കറിയില്ല. ഉമ്മ അതും പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ടുമ്മ ആകെ വിഷമിച്ചിരുന്നു. അതുകണ്ട് ഞാൻ ഉമ്മയോട്, ഉമ്മ നമുക്ക് കുറച്ച് ക്യാഷ് കൊടുത്ത് നോക്കിയാലോ? എടാ, അതൊന്നും നടക്കില്ല.
ഇപ്പോൾ പഴയ പോലെ അല്ല. ക്യാഷിൻ്റെ ആവശ്യമൊന്നും അയാൾക്കില്ല ഇപ്പോൾ. ഉമ്മ പറഞ്ഞു. എന്തെങ്കിലും ചെയ്ത് ഉപ്പയോട് പറയുന്നത് തടഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും ഉമ്മ. ഞാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ടൗണിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വീടിൻ്റെ പുറത്ത് ഒരു ബുള്ളറ്റ് കണ്ടു. അകത്ത് കയറി ഞാൻ നോക്കിയപ്പോൾ റഫീഖിനെ കണ്ട് ഞാൻ ശരിക്കും നെട്ടി. ആ ദാ മോനിത വന്നിരിക്കുന്നു. എന്താ ഇവൻ്റെ പേര്? അഫ്സർ അല്ലേ? എന്നെ കണ്ട അയാൾ ചോദിച്ചു. അല്ല, അഫ്സൽ. ഉമ്മയാണ് അതിന് മറുപടി പറഞ്ഞത്. ആ അതന്നെ, ഞാൻ മറന്നു. അയാൾ എൻ്റെ തോളിലൂടെ കൈവച്ച് പുറത്തേക്ക് വന്നു. അഫ്സൽ, നീ മിടുക്കനാണ്. പിന്നെ മറ്റേ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. നിൻ്റെ ഉമ്മ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാ? അയാൾ പറഞ്ഞു. ഞാനൊന്നും മനസ്സിലാകാതെ അയാളെ നോക്കുമ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിൻ്റെ ഉമ്മയെ. ഇതുപോലൊരുത്തിയെ നിൻ്റെ ഉപ്പാക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് അസൂയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളായാൽ നിന്നെ പോലെ വേണം. ഉമ്മാൻ്റെ കൂടെ എന്തിനും കൂടെ നിൽക്കുന്ന നീ മിടുക്കനാണ്, അയാൾ പറഞ്ഞു. എന്നാൽ ഞാൻ പോട്ടേടാ, പിന്നെ വരാം. അയാൾ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അയാൾ പോയ ശേഷം ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് ചെന്നു. ഉമ്മ, അയാൾ എന്തിനാ ഇവിടെ വന്നത്? ഉപ്പാക്ക് അത് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? ഉപ്പാൻ്റെ ക്യാഷ് എത്രയാ അയാൾ കൊടുക്കാനുള്ളത്? ഉമ്മാക്ക് ഇതൊന്നും ഓർമ്മയില്ലേ? ഞാൻ ചോദിച്ചു. മാനു, ഉമ്മാക്കറിയാം. പക്ഷേ അയാൾ ഉപ്പാൻ്റെ അടുത്തെങ്ങാനും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ പറയണോ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു. പക്ഷേ ഉമ്മ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അയാളെ കണ്ടതെങ്കിലും അത് പിന്നെ മറ്റൊരു രീതിയിലേക്ക് മാറി എന്ന് മാത്രമല്ല, പ്രശാന്ത് ഏട്ടൻ്റെ ഒപ്പം വീട്ടിലേക്ക് അയാൾ വരാനും തുടങ്ങി. ഉമ്മാക്ക് അതൊട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രശാന്ത് ഏട്ടൻ ഒരു അത്യാവശ്യ കാര്യത്തിന് മുംബൈ വരെ പോയപ്പോൾ ഉമ്മാക്ക് പെട്ടെന്ന് റഫീഖിക്കാൻ്റെ ഫോൺ വന്നു. ആ സമയം ഉമ്മാക്കാണെങ്കിൽ പ്രശാന്ത് അടുത്തില്ലാത്ത ഒരു സങ്കടവും ഉണ്ടായിരുന്നു. ഉമ്മ കോളെടുത്തു. ഹലോ, ആരാ? ഉമ്മ ചോദിച്ചു. ഇത് നബീല അല്ലേ? ഞാൻ റഫീഖാണ്, അയാൾ പറഞ്ഞു. ഇക്ക, നിങ്ങൾക്കെങ്ങനെ എൻ്റെ നമ്പർ കിട്ടി? അത് ഞാൻ പ്രശാന്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയതാണ്, റഫീഖ് പറഞ്ഞു. ഓ, അല്ല, എന്താ ഇക്ക വിളിച്ചത്? ഉമ്മ ചോദിച്ചു. അത് പ്രശാന്ത് പോയതിൽ പിന്നെ നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ല. നിന്നെ ഒന്ന് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, റഫീഖ് പറഞ്ഞു. 2 തവണ എന്നെ വിശദമായി കണ്ടില്ലേ? പിന്നെ എന്താ? നബീല ചോദിച്ചു. അത് പിന്നെ ആദ്യത്തേത് കണ്ട ആവേശത്തിൽ ഒന്ന് ശരിക്കും കാണാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത്തേന് ആ പ്രശാന്ത് ഉണ്ടായപ്പോൾ അങ്ങനെയും പോയി, റഫീഖ് പറഞ്ഞു. അത് എൻ്റെ തെറ്റല്ലല്ലോ, നബീല പറഞ്ഞു. അല്ല, എൻ്റെ മോളുടെ തെറ്റല്ല. ഒരു കാര്യം ചെയ്, ഞാൻ വീട്ടിലേക്ക് വരട്ടെ. അഫ്സൽ ഉറങ്ങിയോ? റഫീഖ് ചോദിച്ചു. ഈ 8 മണിക്ക് തന്നെ ഉറങ്ങാനോ? ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞങ്ങൾ, നബീല പറഞ്ഞു. ആണോ? എന്നാ വേഗം പോയി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. അപ്പോൾ അവനും പോയി കിടന്നോളും. എന്നിട്ട് നീ എന്നെ വിളിക്ക്, റഫീഖ് പറഞ്ഞു. അത് ഇന്നിക്കാക്ക് ഫ്രീയുള്ള ദിവസമാണ്, വെള്ളിയാഴ്ച. കുറച്ച് കഴിഞ്ഞ് ഫോൺ വിളിച്ചാൽ ഒരുപാട് സമയം കഴിഞ്ഞ് ഫോൺ വെക്കോളൂ, നബീല പറഞ്ഞു. ഓ, നിൻ്റെ ഒരു ഇക്ക, ആ കോന്തൻ അസീസ് അല്ലേ? എന്താ ഇക്ക നിങ്ങൾ അങ്ങനെ പറയുന്നേ? ഒന്നുമില്ലെങ്കിലും എൻ്റെ മോൻ്റെ ഉപ്പയല്ലേ? ഇതുപോലെ ഒരു സുന്ദരിയെ, അതും നിന്നെപ്പോലെ ഒരുത്തിയെ ഇവിടെ നിർത്തിയിട്ട് ഗൾഫിൽ പോയി കിടക്കുന്ന അവനെ പിന്നെ എന്താ വിളിക്കുക, റഫീഖ് പറഞ്ഞു. ഞാൻ എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞ് നിൻ്റെ വീടിൻ്റെ പുറത്തെത്തും. അപ്പോൾ വിളിക്കുമ്പോൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും. പിന്നെ നാട്ടുകാർ കൂടിയാൽ എന്നെ പറയരുത്. തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ ഫോൺ കട്ട് ചെയ്തു. റൂമിൽ നിന്നും പുറത്തിറങ്ങി ഉമ്മ ഫോണിൽ റീൽസ് കാണുന്ന എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. മാനു, ചോറ് വിളമ്പട്ടേടാ. ഇത്ര നേരത്തെയോ? 8 ആയിട്ടുള്ളൂ, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു. കഴിച്ചിട്ട് കുറച്ചു നേരം ഇരുന്ന് കിടന്നാൽ പോരെ, ഉമ്മ പറഞ്ഞു. എന്നാ വിളമ്പ്,
എനിക്ക് കുറച്ച് മതി. വൈകുന്നേരം കപ്പ കഴിച്ചതുകൊണ്ട് വിശപ്പധികമില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞാൻ ലിവിങ് റൂമിൽ പോയിരുന്നു. ഉമ്മ പണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. ഉമ്മാൻ്റെ ഫോൺ റിങ് ചെയ്തു. ഉമ്മ ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഏയ് ഒന്നുമില്ല, ഇന്നോടി ഓർത്തതേ ഉള്ളൂ. പിന്നെ നിൻ്റെ വിശേഷം എന്താ? ലത്തീഫ് വിളിച്ചിരുന്നോ? ആ, ആണോ? ഉമ്മ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അത് കേട്ടതും ഞാൻ ഉമ്മയോട്, ആരാ ഉമ്മ, ഇളയമ്മയാണോ? ആ, അവനിവിടെ ഉണ്ട്. ആ, അറിയില്ല, ഞാൻ കൊടുക്കാം, നേരിട്ട് ചോദിച്ചോ. ഉമ്മ ഫോണിൽ ഇതും പറഞ്ഞ് എൻ്റെ നേരെ ഫോൺ നീട്ടി. ഞാൻ ഫോൺ മേടിച്ചിട്ട്, ഹലോ. നല്ല ആളാ, ഒരു പോക്ക് പോയതാ, പിന്നെ വഴിക്ക് വന്ന് ഒന്ന് നോക്കിയത് പോലും ഇല്ലല്ലോ, ഇളയമ്മ എന്നോട് പറഞ്ഞു. ഉമ്മ അടുത്തിരിക്കുന്നത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ വിഷയം മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഇളയമ്മ എന്നോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോൺ വെച്ച് ഉമ്മയോട് ഉറങ്ങാൻ പോവാണെന്നും പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് പോയി. ഫോണെടുത്ത് ഇളയമ്മയെ വിളിച്ചു. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചു. നാളെ വരാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. താഴെ വാതിൽ തുറക്കുന്നതിൻ്റെയും അടക്കുന്നതിൻ്റെ ശബ്ദം എൻ്റെ റൂമിലേക്ക് കേട്ടു. പ്രശാന്ത് മുംബൈ പോയതാണല്ലോ, പിന്നെ ആരാ ഈ സമയത്ത്? ഞാൻ ആലോചിച്ചു. ഞാൻ റൂമിൽ നിന്ന് പുറത്ത് താഴെ പോയി നോക്കി. ഉമ്മാൻ്റെ റൂം തുറന്നു കിടക്കുന്നു. അകത്ത് നിന്ന് സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി റഫീഖിക്കയാണെന്ന്. ഞാൻ അവർ കാണാതെ ലിവിങ് റൂമിൽ പോയി നിന്നു. അവിടെ നിന്നാൽ ഉമ്മാൻ്റെ റൂം ശരിക്കും കാണാൻ പറ്റും. ലൈറ്റ് ഇടാത്തത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത് അവർ കാണൂല. എന്താ ഇക്ക നിങ്ങളെ കാണിച്ചത്? അങ്ങേര് വിളിക്കൂ ഇപ്പോൾ, ഉമ്മ റഫീഖിനോട് പറഞ്ഞു. അതിനെന്താ, വിളിച്ചാൽ സംസാരിച്ചിട്ട് വേഗം വെച്ചാൽ പോരെ. പറഞ്ഞ് തീരും മുമ്പേ ഉപ്പാൻ്റെ കോൾ വന്നു. ഉമ്മ അയാളോട് ശബ്ദമുണ്ടാക്കില്ല എന്ന് പറഞ്ഞ് സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉപ്പയോട് പറഞ്ഞു. ഉമ്മാനെ കൊണ്ട് പെട്ടെന്ന് ഫോൺ വെപ്പിച്ചു റഫീഖിക്ക. ഇക്ക കഷ്ടമുണ്ട് കേട്ടോ, ഉമ്മ റഫീഖിക്കയോട് പറഞ്ഞു. അതെന്താ, പ്രശാന്താണെങ്കിൽ നീ ഇങ്ങനെ പറയോ? അസീസിന് അറിയില്ലല്ലോ നീ ഇപ്പോൾ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നീ മുമ്പ് കണ്ട ആളെ അല്ല. പ്രശാന്ത് നിന്നെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. അല്ല, അസീസ് എന്താ നിന്നെ ശ്രദ്ധിക്കാറില്ലേ? റഫീഖിക്ക ഉമ്മയോട് ചോദിച്ചു. ഒന്ന് പോയിക്ക, നിങ്ങളെ ഒരിക്കലും അടുപ്പിക്കരുത്, മിണ്ടാൻ പോലും നിൽക്കരുതെന്നാ എന്നോട് ഇക്ക പറഞ്ഞത്, ഉമ്മ അയാളോട് പറഞ്ഞു. അവനോട് പോകാൻ പറ, റഫീഖ് പറഞ്ഞു. അല്ല ഇക്ക, നിങ്ങളും ഇക്കയും ഓരോ പ്രായമല്ലേ? ഉമ്മ ചോദിച്ചു. ആ അതെ, പക്ഷേ കണ്ടാൽ പറയില്ല, നിങ്ങളിപ്പോഴും യങ്ങാണ്, ഉമ്മ പറഞ്ഞു. ഹ, കണ്ണ് വെക്കല്ല പെണ്ണെ, ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ, റഫീഖ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉമ്മയൊന്ന് ചിരിച്ചു. പിന്നെ നബീല, നിന്നെ പലപ്പോഴും ഞാൻ പുറത്തു പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അസീസിനോട് തെറ്റിയതോർത്ത് കുറ്റബോധമായിരുന്നു. അവൻ്റെ പേര് പറഞ്ഞ് നിന്നോട് മിണ്ടിയും പറഞ്ഞും ഇരിക്കാലോ എന്നോർത്ത്, റഫീഖൊക്കെ പറഞ്ഞു. ആണോ, എന്നെ അത്രയ്ക്കിഷ്ടമാണോ? ഉമ്മ ചോദിച്ചു. ചോദിക്കാനുണ്ടോ മോളെ, എനിക്കൊരുപാട് ഇഷ്ടമാണ്. ആണോ? അന്ന് നിങ്ങൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി, ഉമ്മ പറഞ്ഞു. അതെന്താ? അത് നാട്ടുകാർ പേടിക്കുന്ന നിങ്ങൾ എന്ത് ഭംഗിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരിക്കലും എങ്ങനെ കണ്ടിട്ടില്ല, ഉമ്മ പറഞ്ഞു. നീ എൻ്റെ കൂടെ പുറത്തു പോരുമോ? നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി എൻജോയ് ചെയ്താലോ? ഇക്ക ചോദിച്ചു. എങ്ങോട്ടാ? അതിപ്പോൾ വയനാട്ടിൽ പോയാലോ? നിൽക്കാനോ? നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഡേ മൊത്തം. എന്താ? റഫീഖ് ചോദിച്ചു. അത് വേണമെങ്കിൽ നോക്കാം, ഉമ്മ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം എന്തൊക്കെയോ പറഞ്ഞിരുന്ന് അവർ രണ്ടുപേരും പരിപാടിയിലേക്ക് കടന്നു. ഞാനാ ഇരുട്ടിൽ മറിഞ്ഞു നിന്ന് അതെല്ലാം കണ്ടു നിന്നു. ഉമ്മയ്ക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് ഉമ്മയുടെ ആ ചെയ്തികളിൽ നിന്നും എനിക്ക് നന്നായി മനസ്സിലായി. എന്നാലും എൻ്റെ ഉമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ച് വിഷമിച്ചു. എന്തായാലും
ഉമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്ന് അവരുടെ പരിപാടികൾ കണ്ടു ആസ്വദിച്ചു. അപ്പോൾ ഉമ്മയും കൂട്ടുകാരി എന്ന് പറയുന്ന ഈ കഥയുടെ തേർഡ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫോർത്ത് പാർട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.